പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട് നമ്മുടെ നേരെ വരുന്ന പ്രതിസന്ധികളെ, നമ്മുടെ നേരെ വരുന്ന പ്രതികൂലങ്ങളെ കീറിക്കളയാൻ, വഴി മാറ്റാൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട് കഴിയും. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 34-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. തൻ്റെ അപ്പൻ തൻ്റെ സ്വത്തിനെ, ആടിനെ മകനായ ദാവീദിന്റെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ കാടിന്റെ വനാന്തരങ്ങളുടെ അനുഭവങ്ങളിൽ തൻ്റെ നേരെ വരുന്ന പ്രതിസന്ധിയെ വീട്ടിൽ നിന്നിറങ്ങുന്ന ദാവീദ് കണ്ടിട്ടില്ല. എന്നാൽ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം താൻ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആടിനെ പിടിച്ചുകൊണ്ടുപോകാൻ തൻ്റെ ആടുകളുടെ നേരെ ഒരിക്കൽ ഒരു സിംഹവും കരടിയും വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാരംഭത്തിൽ ഒരു ദൈവശബ്ദം കൈമാറി മുൻപോട്ട് പോകാം. ദാവീദിന്റെ നേരെ വന്നത് സാധാരണ ഒരു വിഷയമല്ല. കാട്ടിലെ രാജാവെന്നറിയപ്പെടുന്ന സിംഹമാണ് തൻ്റെ ആടുകളുടെ നേരെ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിയോഗമുള്ള, വാക്തത്വമുള്ള, ദൈവശബ്ദം കേട്ട ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ നേരെ സാധാരണ പ്രശ്നങ്ങളല്ല, സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന നിലയിലുള്ള പ്രശ്നങ്ങൾ അടിക്കടി വന്നേക്കാം. എന്നാൽ ആ പ്രശ്നങ്ങൾക്കകത്ത് തകരുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ പ്രശ്നങ്ങളെ അപ്പാടെ കീറിക്കളയുന്നൊരു ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് ഇവിടെ പറയുന്ന കാര്യമുണ്ട്, ഒരിക്കൽ ഒരു സിംഹമോ ഒരിക്കൽ ഒരു കരടിയും. പേടിച്ചു വേണേ ഓടാമായിരുന്നു, എനിക്കിത് കഴിയത്തില്ലെന്ന് പറയാമായിരുന്നു. എന്നാൽ തൻ്റെ കയ്യിൽ അപ്പൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിട്ടുള്ള ആടുകളെ ശത്രുവിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ദാവീദിനെ അവിടെ കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സെക്കൻഡുകളിൽ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ, ചില തലമുറകളെ, ചില അഭിഷക്തന്മാരെ നോക്കി ഞാൻ ഒരു പ്രവചന ശബ്ദമായി കൈമാറാം. മറ്റാർക്കും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധി, മറ്റാർക്കുടെയും നേരെ വരാത്ത പ്രതികൂലം താങ്കളുടെ നേരെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാളകളുടെ നീളകളിൽ താങ്കളെ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുന്ന വലിയ വലിയ ദൗത്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പറയാറുണ്ട്, പാസ്റ്റർ, ഞാൻ ഇത്ര കാലമായിട്ട് ഈ വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്, ഈ പ്രതികൂലങ്ങളെ മറികടക്കാൻ, ഓവർകം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. അത്രമേൽ വേദനയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നറിയത്തില്ല. അങ്ങനെ വേദനപ്പെട്ട് മനസ്സു മുറിഞ്ഞിരിക്കുന്ന വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. താങ്കളുടെ മേലുള്ള ദൗത്യങ്ങൾ, താങ്കളുടെ മേലുള്ള ദൈവിക നിയോഗങ്ങൾ ചെറുതല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് വന്ന് നിൽക്കുന്നത് ഫെലിസ്ത്യനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ മുൻപിലാണ് വന്ന് നിൽക്കുന്നത്. ശൗലിനോട് പറയുന്ന പദങ്ങളാണ് ദൈവവചനത്തിൽ നിന്ന് വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. ശൗലൊരു പക്ഷെങ്കിൽ ദാവീദിനോട് പറഞ്ഞു കാണും, നീ ഒരു ചെറിയ ചെറുക്കനല്ലേ, ഞങ്ങൾ കഴിഞ്ഞ 40 ദിവസമായിട്ട് ഈ വെല്ലുവിളി കേൾക്കുകയാ, അവന്റെ നേരെ ചെന്നാൽ നമ്മൾ ഇല്ലാതെയായി പോകും, നീ എന്തിനാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അവിടെ പറയുമ്പോഴാണ് ഇന്നലകളിൽ തനിക്കു നേരിട്ട എക്സ്പീരിയൻസിൽ തൻ്റെ നേരെ വന്ന പ്രതികൂലങ്ങളെ എങ്ങനെയാണ് താൻ കൈകാര്യം ചെയ്തതെന്ന് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൽ, ഈ സമയങ്ങളിൽ നേരിടുന്ന ചില പ്രതിസന്ധികളെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. എന്താണ് ഈ പ്രതിസന്ധി വന്നതിൻ്റെ പിറകിലുള്ള വിഷയം?
എന്താണ് ഈ പ്രതികൂലം വന്നത്? എന്തിനാണ് ഈ പ്രതികൂലം ആഞ്ഞടിച്ച് അടിക്കടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? അത് മറ്റൊന്നിനുമല്ല, അടുത്ത കാലങ്ങളിൽ ചിലരോട് സാക്ഷ്യം പറഞ്ഞ് ചിലവരെ ഉറപ്പിക്കാൻ, ചിലരെ ഈ കൃപയിൽ തന്നെ നിർത്തുവാൻ, ചില പ്രതിസന്ധികളിൽ ചിലർ കടന്നു പോകുമ്പോൾ അവരെ ആ പ്രതികൂലത്തിനകത്ത് കരം കൊടുക്കുവാനുള്ള മഹാദൗത്യത്തെയാണ് പരിശുദ്ധാത്മാവ് പകരുന്നത് ഈ പ്രതിസന്ധികൾക്കകത്തൂടെ. പ്രൈസ് ദി ലോർഡ്. ദാവീദും സാക്ഷ്യം പറയുക, ഇന്നലെ എൻ്റെ നേരെ വന്ന പ്രതിസന്ധി, ഇന്നലെ എൻ്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച എൻ്റെ സമ്പാദ്യത്തിന്, എൻ്റെ ആടുകളുടെ നേരെ വന്ന ആ വലിയ പ്രതിസന്ധിയെ വലിച്ചു കീറിക്കളയാൻ എൻ്റെ മേലൊരു അഭിഷേകത്തെ ദൈവം പകർന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിനും നേരെ വെല്ലുവിളിക്കുന്ന ഈ വെല്ലുവിളികളെ നേരിടാനും ആ അഭിഷേകത്തിന് കഴിയുമെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധിയെ വലിച്ചു കീറിക്കളയാൻ, ചില പ്രതികൂലങ്ങളെ വലിച്ചു കീറിക്കളയാനുള്ളൊരു നിയോഗത്തെ പരിശുദ്ധാത്മ തരികയാണ്. ആരൊക്കെയോ ഭയപ്പെട്ട് അടിക്കടി ഉയർന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും കണ്ട് ഒളിച്ചോട്ടവും അടിക്കടി ഉയർന്നു വരുന്ന വേദനാജനകമായ വിഷയങ്ങളെയും കണ്ടിട്ട് ഇനി ജീവിക്കാൻ പറ്റത്തില്ല, ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നേ എന്ന് പറഞ്ഞു വേദനയ്ക്കകത്തിരിക്കുമ്പോൾ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ചില ഭയത്തിനകത്ത് ഒളിച്ചോട്ടത്തിന് ആമിഷ്ടോത്ര തക്കം പാർത്തിരിക്കുന്ന ചിലരെ നോക്കി പറയുന്നു, താങ്കളുടെ നേരെ മറ്റാർക്കുമില്ലാത്ത വന്ന പ്രതിസന്ധി വന്നത് ആമേൻ വലിയ നിയോഗങ്ങളും ദൗത്യങ്ങളും ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ഗോഡ്. ദാവീദേ, താങ്കൾ അല്ലെങ്കിൽ മറ്റാര് വന്നാലും ആ പ്രതിസന്ധിയെ നേരിടാൻ കഴിയത്തില്ല. താങ്കളുടെ നേരെ പ്രതിസന്ധി വന്നത് നാളുകളിൽ രാജ്യം ഭരിക്കാനുള്ളൊരു നിയോഗം താങ്കളുടെ മേലുണ്ട്. അതെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ എൻ്റെ സ്നേഹിതന്മാരോട്, ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ കൈമാറുന്നു. വലിയ പ്രതിസന്ധികളിലൂടെയാണോ കടന്നു പോകുന്നത്? വലിയ ദുഃഖങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്? ആ ദുഃഖത്തിനകത്ത് വലിയ ദൗത്യത്തിൻ്റെ ചലനങ്ങൾ വെളിപ്പെടുന്നുണ്ട്. അതെ, ഭയപ്പെട്ടു പോകരുത്, പുറകോട്ട് നോക്കരുത്. നിശ്ചയമായും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിച്ചു തുടങ്ങും. ദാവീദ് സാക്ഷ്യം പറയുന്നു, ഇന്നലെ എൻ്റെ നേരെ വന്ന ആ പ്രതിസന്ധിയെ, എൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിച്ച ആ പ്രതിസന്ധിയെ ഞാൻ വലിച്ചു കീറി. അതേ പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികളെ നമ്മൾ ഈ കാലത്തിൽ, ഈ സമയങ്ങളിൽ വലിച്ചു കീറിക്കളയും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, കർത്തൃസന്നിധിയിൽ വിശ്വാസത്തോടെ, അഭിഷേകത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.